Does attempt really matter in CA? Let's discuss. Hi everyone, CA Shruti here. And for me, the answer is yes and no. നമ്മളിപ്പോൾ പ്രാക്ടീസാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊരിക്കലും മാറ്റർ ആവില്ല. പക്ഷെ നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ഒരു ജോബാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ചില സമയങ്ങളിൽ ഇതൊരു കൺസേൺ ആവാറുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ CA ക്ലിയർ ചെയ്താൽ ആദ്യം തന്നെ ICI ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് അപ്ലൈ ചെയ്യും. ആൻഡ് കമ്പനീസ് നമ്മുടെ ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തതിനെ വെച്ച് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. So most of the companies shortlist us based on the mark and the number of attempt. നമ്മൾ ICI ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഫോം ഫിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് അറ്റംപ്റ്റിലാണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത്, ഏത് അറ്റംപ്റ്റിലാണ് നമ്മുടെ ഇൻ്റർ ക്ലിയർ ചെയ്ത്, ഏത് അറ്റംപ്റ്റിലാണ് നമ്മുടെ ഫൈനൽ ക്ലിയർ ചെയ്ത് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കണം. സോ ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷനാണ് അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ്. സോ ചില കമ്പനീസ് ലൈക്ക് HUL, ആദിത്യ ബിർള, വേദാന്ത, ITC ഇവരൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് CAസിനെ മാത്രമേ എടുക്കുള്ളൂ. ചില കമ്പനീസ് സ്പെസിഫിക് ക്രൈറ്റീരിയ എല്ലാ ലെവൽ എക്സാംസും ഫസ്റ്റ് അറ്റംപ്റ്റിന് വേണം. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൊക്കെ അറ്റംപ്റ്റ് റിയലി മാറ്റേഴ്സ്. ആൻഡ് ഇനി നമുക്ക് ഓഫ് ക്യാമ്പസ് പോകാം. ഓഫ് ക്യാമ്പസ് ആകുമ്പോൾ HR നമ്മളെ ആദ്യം വിളിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്രാമത്തെ അറ്റംപ്റ്റിലാണ് CA ക്ലിയർ ചെയ്തത്, ഏത് ഇയറാണ് CA ക്ലിയർ ചെയ്തതെന്ന്. സോ ഈ ഓഫ് ക്യാമ്പസിലും അറ്റംപ്റ്റ് മാറ്റർ ആവാറുണ്ട് ചില കേസിൽ. പക്ഷേ നമുക്ക് ഡൊമൈൻ സ്പെസിഫിക് നോളജ് ഉണ്ട് എങ്കിലിപ്പോൾ നമ്മൾ കൂടുതൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റോളിലോട്ടുള്ള വേക്കൻസിയിൽ HR നമ്മളെ കൺസിഡർ ചെയ്യും. സോ ഇൻ ദാറ്റ് കേസസ് അറ്റംപ്റ്റ് അല്ല മാറ്റർ ആവുന്ന സ്കില്ലാണ് മാറ്റർ. വൺസ് ഈ HR ലെവൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കില്ലും പിന്നെ നമ്മുടെ നോളജുമാണ് നമ്മളെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കുന്നത്. സോ ദർ വിൽ ബി 3 or 4 ലെവൽ ഓഫ് ഇൻ്റർവ്യൂസ്. സോ അതിലൊക്കെ ഫസ്റ്റ് ലെവൽ മാത്രമാണ് ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ ദാറ്റ് ഇസ് അറ്റംപ്റ്റ് ആണ് നമ്മളോട് നമ്മുടെ അറ്റംപ്റ്റൊക്കെ ചോദിക്കുന്നത്. വൺസ് നമ്മൾ അതൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ നോളജ്, നമ്മുടെ സ്കിൽസ് വെച്ച് നമുക്ക് ജോബ് സെക്യൂർ ചെയ്യാവുന്നതാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എൻ യെസ് ആൻഡ് നോ. ആൻഡ് ഈ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജോബിന് മാത്രമാണ് അവർ നമ്മളോട് അറ്റംപ്റ്റൊക്കെ ചോദിച്ചുള്ളൂ. പിന്നെയുള്ള ജോബ് തൊട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ജോബിനുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും അതും അല്ലെങ്കിൽ സ്കിൽസ് വെച്ചിട്ടുമാണ് നമുക്ക് നെക്സ്റ്റ് ജോബ് നമുക്ക് കിട്ടുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.